ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് മലമ്പുഴയ്ക്കാണ് കേട്ടോ. കാരണം എല്ലാവർക്കും അറിയാം, മലമ്പുഴയെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇന്ന് ഞാൻ പോയിട്ട് ഇപ്പോൾ 26 വർഷത്തോളം ആയിട്ടുണ്ടാവും മലമ്പുഴയ്ക്ക് പോയിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പോകുന്നത്. കാരണം ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലോ അന്നത്തേലും ഇന്നത്തേലൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആ പോണ വഴിയും അവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കാണാം കേട്ടോ. നമ്മളങ്ങനെ കാർ പാർക്കിങ്ങിൽ എത്തി. കാർ പാർക്കൊക്കെ നല്ല വിശാലമായ ഒരു കാർ പാർക്കിംഗ് ആണ്. ഞാൻ എന്തിനാ അങ്ങനെ തുറച്ചു നോക്കിയിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എപ്പോഴും. നമ്മൾ കാർ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണേ. പക്ഷേ എവിടെയാണ് നമുക്ക് ഇങ്ങനെ എൻട്രി ടിക്കറ്റ് എടുക്കണമല്ലോ, അത് എവിടെയാണെന്ന് നമുക്ക് ഇപ്പോഴും ഒരു വലിയ പിടുത്തം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 1-2 ആൾക്കാരോടൊക്കെ ചോദിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ ആയിരുന്നു കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. അഡൾട്ടിന് 30 രൂപയും ചിൽഡ്രൻ എത്രയാണ് 10 രൂപ 15 രൂപ അങ്ങനെ എന്താണ്. അത് ചിൽഡ്രൻ്റെ നമ്മൾ നോക്കിയില്ല. അഡൾട്ടിന് 30 രൂപയാണ്. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പോകണം. പിന്നെ ടെമ്പറേച്ചർ നോക്കുക, അഡ്രസ്സ് എഴുതുക, ഫോൺ നമ്പർ എഴുതുക, അതൊക്കെ നമ്മൾ സാധാരണ കോവിഡ് ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ ചെയ്യണം. നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പോകുന്നത് മലമ്പുഴ ഗാർഡനിലേക്കാണ് കേട്ടോ. നല്ല അടിപൊളി ഗാർഡനാണ്, നല്ല നല്ല പൂക്കളാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ 80s 90s പാട്ടുകൾ, അതുതന്നെ മതിയല്ലോ. ഈ പൂക്കളും ആ പാട്ടും കൂടി ആകുമ്പോഴേക്കും നമ്മൾ വേറൊരു ഫീലിലേക്ക് തന്നെ നമ്മൾ പോകും. പിന്നെ നല്ല ക്ലൈമറ്റ്, ഞങ്ങൾ പോയ സമയം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഉച്ചയ്ക്കാണ് നമ്മൾ പോയത്. 2:30 മണി 3 മണിക്കാണ് നമ്മളവിടെ എത്തിയത്. പക്ഷേ എന്നാലും വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കാറ്റും നല്ല ഗാർഡൻ്റെ സൗന്ദര്യവും ഒക്കെ കൂടി ഞങ്ങളിങ്ങനെ ആസ്വദിച്ചിങ്ങനെ നീങ്ങുകയാണ്. പിന്നെന്താ അറിയോ, ഗാർഡനിൽ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതാണ് ഈ പണിക്കാരിങ്ങനെ ഇതുകൊണ്ട് പോകുന്നത് കണ്ടില്ലേ. നമ്മളിങ്ങനെ നടന്നിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആകെപ്പാടൊരു കൺഫ്യൂഷനായി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു, ആദ്യം ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾ കാണുക, എന്നിട്ട് പുറത്തിറങ്ങിയാൽ മാത്രമേ റോപ്പ് വേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ടിക്കറ്റ് വേസ്റ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഡാമിലേക്ക് കയറുന്ന ആ ഭാഗം, അതുപോലെ പണ്ടത്തെ ഒരു മലമ്പുഴ യക്ഷിനെയൊക്കെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, ആ യക്ഷി, പിന്നെ തൂക്കുപാലം ഒക്കെ ഉള്ളത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റൗണ്ട് അടിച്ച് കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടിക്കറ്റ് ആ ഗേറ്റിൽ തന്നെ കൊടുത്തിട്ട് വേണം നമുക്ക് റോപ്പ് വേയിലേക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം ചുറ്റിക്കണ്ട് കാണുകയാണ് കേട്ടോ. ഇത് നമുക്ക് റോപ്പ് വേ ആൾക്കാർ പോകുന്നത് കണ്ടില്ലേ, കണ്ടോ. പിന്നെ മരങ്ങൾ കണ്ടോ, ഒരേപോലെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ എന്താ പറയുക, ഭംഗിയാക്കി വെട്ടി നിർത്തിയിരിക്കാൻ. അപ്പം ഞങ്ങൾക്ക് തോന്നിയത് പണ്ട് കുട്ടികളുടെ മുടിയൊക്കെ ഒരു മഷ്റൂം കട്ട് എന്ന് പറഞ്ഞൊരു മഷ്റൂം കട്ട് ഉണ്ടായിരുന്നില്ലേ, അതുപോലെയാണ് നമുക്ക് തോന്നിയത്. ഇതാണ്ടോ നമ്മുടെ പ്രസിദ്ധമായ മലമ്പുഴ ഡാം. ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അവിടെയാണ് ആ ബ്രിഡ്ജ് ഉള്ളത്. ഇപ്പോൾ കണ്ടോ, വെള്ളച്ചാട്ടം ഇല്ല അവിടെ മലമ്പുഴ ഡാമിൽ. പണ്ടൊക്കെ എൻ്റെ ഓർമ്മയിലൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ചില സമയത്ത് അത്ര തുറന്നു വിടുക. ഇത് കണ്ടോ വെള്ളം, അവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ തൂക്കുപാലം. നല്ല രസമായിരുന്നു ആ തൂക്കുപാലത്തിൽ കൂടെ ഇങ്ങനെ പോവാൻ.
പിന്നെ ഇത് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും നല്ലൊരു സ്ഥലമായിരുന്നു അത്. ഇതാണ് മലമ്പുഴ യക്ഷി. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. മലമ്പുഴ യക്ഷിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. കാനായി കുഞ്ഞിരാമൻ എന്ന പ്രശസ്ത ഒരു ശില്പിയുടെ ശില്പമാണ് ഈ യക്ഷി. അങ്ങനെ നമ്മൾ മലമ്പുഴ ഗാർഡനും ആ യക്ഷിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ പിന്നെ നമ്മൾ വന്ന വഴിയെ തിരിച്ചു പോകണം. കാരണം പുറത്തുനിന്നാണ് നമ്മൾ റോപ്പ് വേക്ക് കയറേണ്ടത്. അപ്പോൾ നമ്മൾ അത്രയും ദൂരം തിരിഞ്ഞ് തന്നെ നമ്മൾ പോയിട്ട് വേണം, ആ ടിക്കറ്റ് അവിടെ കൊടുത്തിട്ട് വേണം നമുക്ക് കയറിപ്പോവാൻ. പിന്നെ നമ്മളിതങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ റോപ്പ് വേയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറുവാണേ. ആ വഴിയാണ് ഇപ്പോൾ ഈ വഴി കാണുന്നത്. ഒരാൾക്ക് 81 രൂപ. ഈ റോപ്പ് വേ സമയം ശരിക്കും 6:30 മണി വരെയാണ്. 5:45 മറ്റേ ടിക്കറ്റ് കൊടുക്കൽ നിർത്തും തോന്നുന്നു എനിക്ക്. പിന്നെ ഇതാ നമ്മളിങ്ങനെ നടന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഒരു ഇതിൽ 2 പേർക്കേ ഇരിക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ സോയിനും അതിലിരുന്നു, അമ്മു വേറൊരു ഇതിലിരുന്നു. അതാണ് ടിക്കറ്റ്. ഇനി നമ്മൾ അങ്ങനെ അങ്ങോട്ട് കയറ്റും. ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിന് മുകളിൽ ചാടിയിട്ടാണ് ഇറങ്ങുന്നത്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞു ഞങ്ങളെ പിടിച്ചു നിർത്തി ഞങ്ങൾ മെല്ലെ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതങ്ങനെ പോവുകയാണ്. ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. കുറച്ചൊന്നല്ലേ, ഈ തല തൊട്ട് ആ തല വരെയും പിന്നെ റിവേഴ്സും. നമ്മളുടെ ഈ പോക്ക് നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് താഴത്തേക്കൊക്കെ നോക്കുമ്പോഴൊക്കെ നല്ല സൂപ്പർ സീനുകളാണ്. നമ്മളിത് അവിടെ നിന്ന് പുറപ്പെട്ട് പിന്നെ ഇത് എത്തണത് ഈ അറ്റത്താണ് കേട്ടോ. എത്തിയിട്ട് ഒന്ന് അവർ കറക്കി വിടും. കറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ എത്തണത് നമ്മൾ കയറിയ ഭാഗത്തിലേക്ക് എത്തണ വെച്ചാൽ പിന്നെയും വന്ന വഴി അതേപോലെ പോകും. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ അതൊന്നും താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ഓരോ പോപ്കോണും അതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങിച്ച് പിന്നെയും നമ്മളിങ്ങനെ ഇറങ്ങി ഈ സ്റ്റെപ്പ് കൂടെ കയറുമ്പോൾ പണ്ടൊക്കെ മലമ്പുഴ ഡാമിലേക്ക് കയറായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ അവരത് അടച്ചിരിക്കുന്നു. അവർ പറഞ്ഞു ആ ഭാഗം അടച്ചു. ഇപ്പം നമ്മൾ ആ എന്താ പറയുക ഗാർഡനുള്ളിൽ കൂടെ തന്നെ കയറിയിട്ട് ഈ ഭാഗത്ത് കൂടെ നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് കയറി നോക്കി. അപ്പോൾ അങ്ങനെ അവിടുത്തെ ആളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് നിർത്തി വെച്ചിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ കുറേ ചുറ്റിക്കറങ്ങി ഇതാ ഈ ഭാഗത്തു കൂടെയൊക്കെ ഇരിക്കാനും അങ്ങനെ ഇതാ അവിടെ ചോദിച്ചൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ കുറേ നേരം അവിടെ ഇങ്ങനെ കുറച്ച് നടന്നിട്ടും ഇരുന്നിട്ടൊക്കെ ആയിട്ട് നല്ല കാറ്റായിരുന്നു, നല്ല സുഖമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ചു പോവുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കേട്ടോ. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.
എനിക്ക് തോന്നുന്നു റോഡിൽ കൂടെ തന്നെ അങ്ങനെ ഇറങ്ങാൻ പറ്റും.